ഓഫീസിലുള്ളവരോട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. അവിടെ അയയിൽ തോരടുന്ന സമയത്ത് ഷോക്ക് അടിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ അലക്കി തോരട്ട് മരണപ്പെട്ടു. ജനക്ഷേമ പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ വൈദ്യുത സുരക്ഷാ വാരം സംബന്ധിയായ കാര്യങ്ങളാണ് ചർച്ച ചെയ്തിരുന്നത്. KCBയിലെ അഷ്റഫ് സാറാണ് കൂടെയുള്ളത്. കമ്പി പൊട്ടി വീണ് ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതേപോലെ വീട്ടിലുള്ള സുരക്ഷാ സംഗതികളെക്കുറിച്ച് ELCB പോലെയുള്ള RCCB പോലെയുള്ള സംവിധാനങ്ങളെക്കുറിച്ചും പറഞ്ഞു. സാർ, നമുക്ക് അത് തുടരാം. കുട്ടികൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വീട്ടിലുണ്ട്. എങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ടത്? കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും അപകടം സംഭവിച്ചിരുന്നത് പ്ലഗിൽ പോയിട്ട് ആണി, ഈ ഇരുമ്പിൻ്റെ സംഗതികളൊക്കെ ഇട്ടുകൊണ്ടുള്ള അപകടങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ഷട്ടറുള്ള സോക്കറ്റുകൾ അതുപയോഗിക്കുന്നുണ്ട്. ഷട്ടറില്ലാത്തതും ഇപ്പോൾ വരുന്നുണ്ട്, ചില മാറ്റങ്ങളൊക്കെ വന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ ബ്രേക്കർ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെ. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ട് പ്ലഗ് ഫേസും ന്യൂട്രലും ഒരുമിച്ച് സോഫയിലിരുന്നൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു സോക്കറ്റുകളാണ് മിക്കവാറും കേസിൽ കുട്ടികൾക്ക് ആക്സസ് ഉള്ള വില്ലന്മാരാണ്. പിന്നെ അതേപോലെ മറ്റൊന്ന് വരുന്നത്, ഒരു സോക്കറ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു മൾട്ടി പിൻ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത സാധനങ്ങൾ, ഇപ്പോൾ കുറേ ഡിവൈസസ് അതിൽ കണക്ട് ചെയ്യും. അപ്പോൾ കുത്തി വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോയി 2, 3, 4 ഒക്കെ ചെയ്യും. അപ്പോൾ അത് വലിയ അപകടമാണ്. അത് പലപ്പോഴും അതിനെക്കുറിച്ചുള്ളൊരു അവബോധമില്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്നത്. കാരണം സ്വാഭാവികമായിട്ടും ഇത് ഓപ്പറേറ്റർമാർ കുട്ടികളായിരിക്കുമല്ലോ മിക്കവാറും കേസ്. നമ്മളാണെങ്കിലും കുട്ടികളോട് പറയാം, അതുകൊണ്ട് ഒരിക്കുക എന്താണ് കുത്തിക്കുക എന്ന് പറയും. 2-3 പ്രാവശ്യം അവർ സേഫായിട്ട് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളും അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഈ സാധനം പറിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുത്തുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ ഇതിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നം കാരണം വേർപെട്ട് പോകുന്നതിനുള്ള പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഇത് അപകടങ്ങൾ വരാറുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട സംഭവം തന്നെയാണ്. കുട്ടികളെ പോലെ തന്നെ ഇങ്ങനെ അപകടങ്ങളിൽ പെടുന്നവരിൽ സ്ത്രീകളുണ്ട്. നനഞ്ഞ കൈ കൊണ്ട് അല്ലെങ്കിൽ വല്ല തുണി കൊണ്ട് അങ്ങനെയൊക്കെ അവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ? തീർച്ചയായും. അതിലെന്താ വിഷയം വെച്ചാലേ, നമ്മൾ പലപ്പോഴും പൊതുവേ അടുക്കളയിലാണെങ്കിലും വാഷിംഗ് മെഷീനും മറ്റുള്ള മെഷീൻസ് ഉപയോഗിക്കുന്നത് എല്ലാം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ. വീട്ടിലെ കഴിഞ്ഞതിൽ നമ്മൾ പറയുണ്ടായി, നൂൽപുട്ടിനുള്ള യന്ത്രം വരെ മോട്ടറൈസ്ഡ് ആണെന്നുള്ളത്. അത് ബാറ്ററി ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതുണ്ട്. പിന്നെ നമ്മൾ വയർമാൻ കുറച്ച് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഇതിനെക്കുറിച്ച് അവബോധമുള്ളവരാണ് ടൂൾസ് മിക്കവാറും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകും, അവരത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യും. പക്ഷേ ജനറലി വീടുകളിൽ സ്ത്രീകളാണ് വൈദ്യുത ഉപകരണങ്ങൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ, ഈ സുരക്ഷ പാലിക്കണം എന്നുള്ള വാക്കുകളൊക്കെ ഭയങ്കര ഇതായി പറയുന്നതിന് പകരം അവിടെ നിന്ന് ചെറിയ ഷോക്കുണ്ട്, തരിപ്പുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വാഷിംഗ് മെഷീൻ എപ്പോഴും നനഞ്ഞുകൊണ്ട് ഇരിക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഈ അലക്കിയതിൽ നിന്ന് ഉണക്കുന്നതിലേക്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ വെള്ളം ഉണ്ടാവും അതിൻ്റെ കൂടെ. അപ്പോൾ ഇതിൻ്റെ ബോഡി തന്നെയാണ് മേലെ അല്ലെങ്കിൽ സൈഡിലൊക്കെ ഈ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഇതിൻ്റെ സ്വിച്ചുകളൊന്നൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ നനവ് വന്നു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ 30 മില്ലി ആംസിൻ്റെ ലീക്കേജ് ഉണ്ടായിക്കൊള്ളുന്നില്ല, അപ്പോൾ ട്രിപ്പായിക്കൊള്ളുന്നില്ല. ഷോക്ക് അടിക്കുന്ന അല്ലെങ്കിൽ 5 മില്ലി ആംപിയർ 10, 15, 20 മില്ലി ആംപിയറൊക്കെ ആയാലും ട്രിപ്പാവില്ലല്ലോ. അപ്പോൾ അവിടെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തന്നെ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. പിന്നെ നനഞ്ഞ കൈകൊണ്ട് നനഞ്ഞതുകൊണ്ട് ഒരിക്കലും സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യരുത്. അതിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും സംഗതിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ഇറങ്ങി തല ഒന്ന് നനഞ്ഞു, നമ്മളെന്താ ചെയ്യുക, അത് വേഗം തോർത്താൻ ശ്രമിക്കുമല്ലോ, എന്തെങ്കിലും തുണി. അതേപോലെ കൈ ഇവരൊക്കെ ഉപയോഗിക്കുന്ന ഇതിനിടയ്ക്ക് കൈയൊന്ന് ശരിക്കും ഒന്ന് തോർത്തിയിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നടക്കുന്നുള്ളൂ. ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഇതിലൊരു അനുഭവങ്ങൾ ചോദിച്ചിരുന്നല്ലോ. നമ്മുടെ ഒരാൾ വന്നിട്ട് ഓഫീസിലുള്ളവരോട് കയർത്ത് സംസാരിക്കുന്നുണ്ട്.
അപ്പോൾ എന്താ സംഭവം വെച്ചാൽ അവിടെ അയയിൽ തോരയിടുന്ന സമയത്ത് അലക്കിയതിന് ശേഷം അവിടെ ഇടുന്ന സമയത്ത് ഷോക്കടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഷോക്കടിക്കുന്നിടത്ത് ശ്രദ്ധിക്കണം, നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നു. അത് നമ്മളത് മാറി നിൽക്കുക, ഉടനെ മാറി നിന്ന് ആ വൈദ്യുതി വരുന്നതിനെ, നമ്മളൊരു മോട്ടോർ സൈക്കിൾ ഉദാഹരണമൊക്കെ പറഞ്ഞിരുന്നു, നമ്മളതിനെ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആ സംഗതി അങ്ങോട്ട് വരുന്ന വൈദ്യുതി ഓഫ് ചെയ്യുക. അവിടെ വൈദ്യുതി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ചെയ്യാൻ, കണ്ണുകൊണ്ട് കാണാൻ പറ്റൂലല്ലോ. അപ്പോൾ അത് ചെയ്യേണ്ടതായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞ്, നമ്മുടെ ഓഫീസിലല്ല വേറൊരു ഇതിലുണ്ടായതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ നിൽക്കേണ്ടതായിരുന്നല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ തിരിച്ചങ്ങോട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഓടിയെത്തുമ്പോഴേക്ക് ഈ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ അലക്കി തോരട്ട് മരണപ്പെട്ടിരുന്നു. അപ്പോൾ അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ, ആ അയലേക്ക് സപ്ലൈ വന്നത് യഥാർത്ഥത്തിൽ KCBയുടെ പ്രശ്നമല്ല. അത് അവിടെ ബ്രേക്കറില്ല, അവിടുന്ന് വീട്ടിൽ നിന്ന് ഷോക്ക് വന്നിട്ടുണ്ട്, ലീക്കേജ് അങ്ങോട്ട് വന്നതാണ്. പക്ഷെ അത് അവിടെ നിന്നത് ശ്രദ്ധിക്കേണ്ടതിന് പകരം ഞാൻ പറഞ്ഞത് ഇതേപോലെ പുറത്തുണ്ടാവും മീറ്ററിന് മുമ്പുള്ള KCBയുടെ ഭാഗത്ത്. എന്തായാലും അതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളവിടെ സപ്ലൈ ഉണ്ട് എന്ന് നമുക്കൊരു തോന്നൽ വന്നാൽ, ബോധ്യം എന്നുള്ളതൊന്നുമില്ല, തോന്നൽ വന്നാൽ ഉണ്ട് എന്ന് തന്നെ ധരിക്കുക. എന്നിട്ടത് ഇല്ല എന്ന് ഉറപ്പാക്കുന്നത് വരെ അത് തൊടാതിരിക്കുക. അപ്പോൾ സ്ത്രീകളുടെ കാര്യമാണ് ചോദിച്ചത്. പക്ഷേ എന്നെ കൂട്ടത്തിൽ അവർക്ക് അശ്രദ്ധ വരുന്ന സംഭവമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതേപോലെ നമ്മൾ ഈ വൈദ്യുതി ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ പൊതുവെ എല്ലാവരും ചീപ്പ് എന്നുള്ള ഒരു ആംഗിളിലാണ് പോകാറ്. ISI മാർക്കുള്ള അങ്ങനെയുള്ള സംഗതികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു സംഗതി വയറാണെങ്കിലും മറ്റ് സാധനങ്ങളാണെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? പലപ്പോഴും ഈ വില കുറഞ്ഞത്, അതേപോലെ ഒരേ അനുകരണങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഏത് വിഷയത്തിലും ഉണ്ടല്ലോ, അതിൽ ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറേയൊക്കെ അവബോധം വന്നിട്ടുണ്ട്. എന്നാലും ആ അവബോധം വരാത്ത ആളുകളും ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ചോദ്യം ശരിക്കും പ്രസക്തമാണ്. കാരണം അതൊരിക്കൽ വാങ്ങിച്ച് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വിഷയമുണ്ട് അതിൽ. ഒന്ന്, കറണ്ട് ബില്ല് കൂടും. നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ വയർ ഉൾപ്പെടെയുള്ളത് ക്വാളിറ്റി ഉള്ളതല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും കറണ്ട് ബില്ല് കൂടും. അപ്പോൾ നമ്മൾ എന്താണോ അതിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചിന്തിച്ച് ചീപ്പായിട്ട് ചെയ്തത്, അതിനേക്കാൾ കോസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. രണ്ടാമത്തത്, നമ്മുടെ ചർച്ച സുരക്ഷയുള്ള. അപ്പോൾ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ വയറാണെങ്കിലും അതിൻ്റെ ഇൻസുലേഷൻ്റെ കപ്പാസിറ്റിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത്, ആ ക്വാളിറ്റിയാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ ലീക്കേജിലേക്ക് സാധ്യത വളരെ കൂട്ടുകയാണ്. രണ്ടാമത്തെ എക്യുപ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ക്വാളിറ്റി കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ലീക്കേജിന് സാധ്യതയുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് നമ്മളാണല്ലോ. അപ്പോൾ അവിടെ ആ ലീക്കേജ് നമ്മളിലേക്ക് ഷോക്കായിട്ട് വരുന്നു, തീപിടുത്തമായിട്ട് വരും. നമ്മളത് ആ ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പിന്നെ വൈദ്യുതിക്കൊരു സ്വാഭാവികമായിട്ടുള്ളൊരു പരിണാമം എന്ന് പറയുന്നത് വൈദ്യുതി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് സംഗതിയാണെങ്കിലും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ആ ഹീറ്റ് ഇതിനെ തീപിടുത്തത്തിലേക്ക് നയിക്കും. അവിടെ നമ്മൾ സാധാരണ പണ്ടൊക്കെ ഞാൻ ചെറുതൊക്കെ സമയത്ത് തക്കാളി പെട്ടിക്കും ISI ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് ISIനെ കളിയാക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. അത് അപ്പോൾ ചോദ്യത്തിൽ വന്നുകൊണ്ട് പറയാം, നമ്മൾ ക്വാളിറ്റി ചെക്ക് തന്നെയാണത്. അത് ആ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് കൊണ്ട് ISI ഉള്ള കൊടുക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾ സാധാരണ പറയാറുണ്ട്, CA റെഗുലേഷൻ അനുസരിച്ചാണ് സേഫ്റ്റിയുടെ മാനദണ്ഡങ്ങൾ വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പഠിക്കാൻ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, നന്നായിട്ട് ഇത് ശ്രദ്ധിച്ച്. ഇപ്പോൾ നമ്മൾ ചില വയർമാന്മാരൊക്കെ പറയും, സാറേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അത് പറഞ്ഞാൽ ആളുകൾ കേൾക്കുന്നവരാണ് കൂടുതലും, പക്ഷേ ചില ആളുകൾ അത് കേൾക്കില്ല. അതുകൊണ്ട് ഇവിടെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് ചാൻസ് ഉണ്ടാകുന്ന സമയത്ത് സാറ് പറയണം കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങളുടെ വർക്കിന് അത് പലപ്പോഴും അവിടെ എത്ര പൈസ ആയിട്ടില്ലല്ലോ, അവൻ ചെയ്തപ്പോൾ എത്ര പൈസ ആയിട്ടില്ലല്ലോ എന്ന് പറയാറുണ്ട്. കാരണം അവിടെ ചിലപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ സാധനം കൊടുന്ന് വെക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ രീതിയിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊരു അവബോധം കൊടുക്കും. ചിലരാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യും, എർത്തിങ് ആണെങ്കിലും ഈ എക്യുപ്മെൻ്റ് ആണെങ്കിലും അതുപോലെ വയർ അതുപോലെ സാധനങ്ങൾ. ഒന്നുമില്ല, സിമ്പിളി ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, അതിലൊരു കോംപ്രമൈസും ചെയ്താൽ നമ്മുടെ ജീവനിലാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. കാരണം അത് നമ്മൾക്കോ നമ്മുടെ മക്കൾക്കോ ആണ് വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊരു കോംപ്രമൈസും പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ശരിയായിട്ട്. പഴയ കാലം ഇങ്ങനെ ഓർമ്മ വെക്കുമ്പോഴേ ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ വായിച്ചിരുന്നൊരു കാലമൊക്കെ ഉണ്ട്.
അപ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ കുറച്ച് സമ്പന്നമായിട്ടുള്ള വീടുകളിലൊക്കെ കറണ്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ പറയുമല്ലോ. അപ്പോൾ വാപ്പ പറഞ്ഞൊരു സംഗതിയുണ്ട്, പിന്നെ കറണ്ടൊക്കെ ഷോക്ക് അടിക്കും, മരിക്കും, അപകടമാവുന്നൊക്കെ. സംഗതി സാമ്പത്തികമായ പ്രശ്നങ്ങളാണ്, നമുക്ക് അന്നത് മനസ്സിലായിരുന്നില്ല. പിന്നീട് അത് മുതിർന്നപ്പോൾ നമുക്ക് മനസ്സിലായി. ഈ ഉപകരണങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സ്റ്റാറുകൾ 3 സ്റ്റാർ 5 സ്റ്റാർ ചില ഉപകരണങ്ങളിലൊക്കെ കാണാറുണ്ട്. അതൊന്ന് ചുരുക്കി പറയാമോ? നമ്മൾ അത് ഈ ക്വാളിറ്റി, നമ്മൾ ഓരോ എക്യുപ്മെൻറ്റുകൾക്ക് ക്വാളിറ്റി കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ആ സ്റ്റിക്കർ തന്നെ ഒട്ടിച്ചിട്ടുണ്ടാവും. ആളുകൾക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനം കൂടിയാണ്. അതിൽ നമ്മൾ വൈദ്യുതി ഉപയോഗവുമായി ബന്ധപ്പെട്ട്, അതായത് അതിൻ്റെ കൺസംഷൻ, അപ്പോൾ സ്വാഭാവികമായിട്ടും ക്വാളിറ്റി കൂടും. അപ്പോൾ കൺസംഷനിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നുമില്ല, പഴയ കാലത്തുണ്ടായിരുന്ന ഫാനുകൾ, ഇപ്പം BLDC എല്ലാം ഞാൻ ഉദ്ദേശിച്ച് പഴയ കാലത്തുണ്ടായിരുന്ന ഫാനുകൾ, പണ്ട് റാലി ഫാൻ, ഇപ്പം അതില്ലല്ലോ. അതൊക്കെ വർഷങ്ങളായിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. വീട്ടിൽ 25 കൊല്ലമൊക്കെ ഉപയോഗിച്ചിരുന്ന ഇപ്പോഴും വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. 30 വർഷത്തിന് മീതായിട്ടുണ്ടാവും റാലി ഫാൻ. അപ്പോൾ അത് ക്വാളിറ്റിയാണ്. അപ്പോൾ അതേപോലെ ചില കമ്പനികളുടെ വയറുകൾ ഇതൊക്കെ. അപ്പോൾ ആ വയറുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ അന്ന് വീട്ടിൽ ഇതേപോലെ വാപ്പ പോയിട്ട് നല്ല ക്വാളിറ്റിയിൽ മാത്രം വേണമെന്നുണ്ട്, റേറ്റ് നല്ല വ്യത്യാസം അന്നും ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 3 സ്റ്റാർ 5 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അപ്പോൾ ക്വാളിറ്റി ചെക്ക് തന്നെയാണത്. അപ്പോൾ അത് ആ സ്റ്റാർ കൂടിയത് തന്നെ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ കറണ്ട് ബില്ലിൽ അത് വ്യത്യാസം വരുത്തും, അതേപോലെ ക്വാളിറ്റിയിലും അത് വ്യത്യാസം വരുത്തുക തന്നെ ചെയ്യും. നമ്മൾ മഴക്കാലത്തെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങിയത്. മഴക്കാലമൊക്കെ വരുമ്പോൾ പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലേക്ക് അറിയിപ്പ് കാണാറുണ്ട്. വീടിന് മുകളിലേക്ക് അല്ലെങ്കിൽ അതേപോലെ ഇലക്ട്രിക് ലൈനിൻ്റെ മുന്നിലേക്കൊക്കെ ചാരി നിൽക്കുന്ന അല്ലെങ്കിൽ വളഞ്ഞു നിൽക്കുന്ന കമ്പുകളൊക്കെ മുറിച്ച് മാറ്റണം എന്നൊക്കെ. നമുക്ക് ഇലക്ട്രിസിറ്റി ലൈനിൻ്റെ അടുത്തുള്ള ഒരു മരത്തിൻ്റെ കൊമ്പോ മരമോ മുറിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത് വലിയ അപകടങ്ങൾക്ക് കാരണമാക്കും. എന്താണ് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ മരം മുറിക്കേണ്ട ആൾ ചെയ്യേണ്ടത്? ലൈന് സ്വാഭാവികമായും നമ്മുടെ പ്രദേശങ്ങളിൽ പോകുന്നത് നമ്മൾക്ക് അറിയാം. 11 kV ലൈന് മുകളിലൂടെ പോകുന്നുണ്ട്, താഴെ LT ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ LT 3 ഫേസ് 4 വയർ അല്ലെങ്കിൽ 5 വയർ പോകുന്നുണ്ട്. സിംഗിൾ ഫേസ് അതായത് 2 കമ്പി 2 വയർ പോകുന്നുണ്ട്. ചിലപ്പോൾ 2 വയർ മാത്രം പോകുന്ന സ്ഥലങ്ങളുണ്ട്, വീടിൻ്റെ പ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഏതായാലും ഞാൻ പൊതുവായിട്ട് കാണുന്നത്. പിന്നെ നമുക്കറിയാം 33 kV പോകുന്നത് മാത്രമുള്ളതുണ്ട്, അതേപോലെ 110 kV പോകുന്നുണ്ട്, 220 kV പോകുന്നതുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഈ 110 kV ഒക്കെ ആകുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായും മരങ്ങളുടെ മുകളിലായിരിക്കും ലൈൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ സൈഡിലായിരിക്കും. റബ്ബർ മരങ്ങളൊക്കെ ഉള്ള ആ കേസുകളത് അതിൻ്റെ റൈറ്റ് ഓഫ് വേയിൽ കട്ടിങ്ങും സംഗതിയൊക്കെ വരും. ജനറലി ഇപ്പോൾ ഒരു പീസ് റേഡിയോ പോലുള്ള സംവിധാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുവായിട്ടുള്ള ജനങ്ങളാണ്. അപ്പോൾ ആ ശ്രോതാക്കൾക്കൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ ആ 11 kV ലൈൻ, അതിന് താഴെയുള്ള LT ലൈന്, അല്ലെങ്കിൽ സാധാരണ വരുന്ന 2 വയർ ലൈൻ, ഇതിലൊക്കെ മരങ്ങൾ വന്ന് നിൽക്കുമ്പോൾ ആളുകൾക്ക് പലപ്പോഴും അറിയില്ല ഇതെന്ത് ചെയ്യണമെന്ന്. ചില സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ മരം വെട്ടുകാർ, നേരത്തെ നമ്മൾ വയർമാന്മാരെ കുറിച്ച് പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്ന മരം വെട്ടുകാരുണ്ട്. അവരത് വന്ന് നോക്കിയിട്ട് ഇത് പിന്നെ ഫ്യൂസ് ഊരിയാൽ മതിയെങ്കിൽ അത് ഊരിയാൽ മതി, ഞങ്ങൾ തൂക്കി ഇറക്കിക്കോളാം എന്ന് പറയും. പിന്നെ എല്ലാത്തിലും വൈദഗ്ധ്യം വ്യത്യാസം ഉണ്ടല്ലോ, ഒരു അങ്ങനെയുള്ളൊരു ജോലിയാണുള്ളത്. ചിലർ പറയും അതൊന്നും പ്രശ്നമില്ല, ഞങ്ങൾ അങ്ങനെ ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വെട്ടി ഇതിന് മേലെ കിടും, ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഇപ്പം എന്തുണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു അനുഭവം, പിന്നെ ഒരിക്കൽ 11 kV ഫീൽഡ് ട്രിപ്പായി കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് വിവരം കിട്ടിയപ്പോൾ ഒരു അപകട സാധ്യത ഉണ്ട്, ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ നമ്മൾ ഓടിച്ചെന്ന് നോക്കുന്ന സമയത്ത് ഒരാൾ അപ്പുറത്തുള്ള മരത്തിൻ്റെ ആ കൗളിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതേപോലെ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ അവിടെ ചെയ്തിട്ട് ഇവിടെ ചെയ്യുന്നിട്ട് 11 kV ലൈനിൻ്റെ മേലെ 11,000 വോൾട്ടാണ്. നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ആ സംഭവം കൊമ്പ് ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തു, ഈ ലൈനിലേക്ക് വന്നു. കൊമ്പ് ഇവിടുന്ന് ഭാഗ്യത്തിന് ചിലപ്പോൾ ഉണ്ടല്ലോ ഈ തൊലി അതിൽ നിന്ന് മരത്തിൻ്റെ തൊലി വിട്ട് പോരാത്ത അവസ്ഥ വരുമല്ലോ, തൂങ്ങി നിൽക്കുമല്ലോ, അത് വിട്ട് പോകുന്നത് കൊണ്ട് ഇയാൾ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ ഈ സംഭവം കരിഞ്ഞു പോകാൻ, മരം അടക്കം നമുക്കറിയാമല്ലോ, മിന്നലൊക്കെ വരുന്ന സമയത്ത് മരം കത്തി പൊട്ടി ഉള്ളുന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതേപോലെ 14 വോൾട്ട് വന്ന് സംഭവിക്കും. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഇദ്ദേഹം അയിർത്തങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇതേപോലെ ഞങ്ങളത്ര കണ്ടതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതിൽ ലൈനിലേക്ക് വന്നതാണ്. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല.
ഇത് യഥാർത്ഥത്തിൽ മരം മുറിക്കേണ്ടത് അത്യാവശ്യമാണ്. മരം മുറിച്ചിട്ടില്ല എങ്കിൽ അത് അപകടമാണ്, കേസാണ്. ഒരുപാട് നിയമങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് ശരിക്കും പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ ഇതൊക്കെ ഗൂഗിൾ ചെയ്താലും നമുക്ക് മനസ്സിലാകുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ കുറേ നിയമവശങ്ങളും അതിൻ്റെ ഭാഗത്തുണ്ട്. എന്തായാലും അത് KSEB ഓഫീസിൽ ചെന്ന് പ്രത്യേകിച്ച് നമുക്ക് ആ പോസ്റ്റ് നമ്പറിന് ഫോട്ടോ ഒക്കെ എടുത്ത് ഈ പിന്നെ മരത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഓഫീസിൽ ചെന്ന് അതുമായി ബന്ധപ്പെട്ട സബ് എഞ്ചിനീയേഴ്സിനൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് സൈറ്റിൽ വരാത്തന്നെ ഒരു പക്ഷേ പറയാൻ സാധിക്കും ഇന്ന, കാരണം നമ്മൾ സൈറ്റിൽ എപ്പോഴും ഉണ്ടാകുന്നവരാണ് ഫീൽഡ് സ്റ്റാഫ് എന്നാണ്. ഇല്ലെങ്കിൽ സൈറ്റിൽ വരും. എന്നിട്ട് തമ്മിൽ സംസാരിച്ചതിന് ശേഷം ഒരു സമയം ഫിക്സ് ചെയ്ത് വെട്ടുകാരും വന്ന് നോക്കിയിട്ടാണിത് ചെയ്യേണ്ടത്. അതല്ലാത്ത കേസിലാണെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് വെട്ടുകാർ നോക്കിയതിന് ശേഷം ഒരു ഡേറ്റ് പരസ്പരം ഫിക്സ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ലൈൻ അഴിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു അപേക്ഷ ഒക്കെ കൊടുത്ത് ലൈൻ അഴിക്കുന്നതിനുള്ളൊരു ചാർജ് അടച്ച് ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ സേഫായിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ വേറെ പ്രശ്നം കൂടി അവിടെ വരുന്നുണ്ട്. ഈ കമ്പിയിലേക്ക് മരം വെട്ടി വീണു അല്ലെങ്കിൽ വെട്ടി ഇട്ടു, അപ്പോൾ ഈ പോസ്റ്റ് പൊട്ടും, പിന്നെ അതിൻ്റെ പൈസ ഒക്കെ അടക്കേണ്ടി വരും. ആകെ കൂടുതൽ കോംപ്ലിക്കേഷനാണ്. പിന്നെ മാനസികമായി ഓഫീസുള്ളവരോടൊക്കെ ആ ഒരു വിയോജിപ്പ് വരും. പരസ്പര ധാരണയോടുകൂടി പോകേണ്ട സംഭവത്തിൽ എന്ത് വരും, ആകെ പ്രയാസപ്പെട്ട് എന്തായി പോകും. എടുക്കുന്ന അവസ്ഥ വരും. എന്നിട്ട് ആകെ ഒരു മാനസികമായിട്ടുള്ള അടുപ്പം അങ്ങ് പോയി പോകും. അതേപോലെ തന്നെ നമ്മൾ പുതിയ ഒരു ബിൽഡിങ് കൺസ്ട്രക്ഷൻ ഒരുങ്ങുകയാണെങ്കിലും ഇതേ പ്രശ്നങ്ങളുണ്ട്. ലൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾ, അതിൻ്റെ ഹൈറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഈ വീടിൻ്റെ ഉയരം കൂടിയാൽ കമ്പിയിലേക്കുള്ള ദൂരം കുറയുന്ന സംഗതികൾ, അപകട സാധ്യതകൾ, അതിന് നേരത്തെ മുൻകൂട്ടി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാനും സംഗതികളൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ? അത് വളരെ ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. അതായത് നമ്മളിപ്പോൾ കണ്ടുവരുന്ന സംഭവം എന്ന് വെച്ചാൽ ലൈനിൻ്റെ താഴെയുള്ള സ്ഥലം കുറച്ച് വില കുറവിന് കിട്ടാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതിലൊക്കെ പെട്ടുപോകുന്നത് കുറച്ചൊക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. അപ്പോൾ ശരിക്കും ലൈനുമായിട്ട് ബിൽഡിങ്ങിൻ്റെ ക്ലിയറൻസ് ഒരു ഒറിസോണ്ടൽ ക്ലിയറൻസും വെർട്ടിക്കൽ ക്ലിയറൻസും പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ലൈനിൻ്റെ വോൾട്ടേജ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ LT ലൈന് HT, അതായത് 240 വോൾട്ട് സിംഗിൾ ഫേസ് ലൈന്, 415 വോൾട്ട് 3 ഫേസ് ലൈന്, അതേപോലെ 11 kV ലൈന് 11,000 വോൾട്ട്, ഇങ്ങനെ തുടങ്ങി ഓരോ വോൾട്ടേജിനനുസരിച്ച് ഹൊറിസോണ്ടൽ ക്ലിയറൻസും വെർട്ടിക്കൽ ക്ലിയറൻസും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ CA റെഗുലേഷനാണ് ഇതിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ലൈനിന് താഴെ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നതിന് ക്ലിയറൻസ് പാലിച്ചാൽ മതിയായിരുന്നു ആദ്യം. ഇപ്പോൾ റൂളിൽ ഒരുപാട് അപകടങ്ങൾ വന്നപ്പോൾ റൂളിൽ മാറ്റം വന്നിട്ടുണ്ട്. താഴെ ഇപ്പോൾ ബിൽഡിങ്ങുകൾ പാടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ, ലൈനോട് ചേർന്നോ ലൈനിന് താഴെയോ ഉദ്ദേശം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ പെർമിഷൻ സംഗതികളും KSEB ഓഫീസിൽ നിന്നല്ല, പക്ഷേ KSEB ഓഫീസിൽ നിന്നാണ് അത് ഇൻസ്പെക്ട് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടാക്കിയിട്ട് ഇൻസ്പെക്ടറേറ്റിലേക്ക് കൊടുത്ത് തിരുവനന്തപുരത്തേക്ക് അവർ കൊടുത്ത് അവിടുന്ന് ആണ് ഇതിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാലും നമ്മൾ തൊട്ടടുത്തുള്ള ഓഫീസിൽ ബന്ധപ്പെട്ട് ഇത് നോക്കിയതിന് ശേഷമേ ബാക്കി മറ്റേ എന്താ വെച്ചാൽ നമ്മൾ തറ കെട്ടും, ബിൽഡിങ്ങിൻ്റെ പകുതിയോളമാകും, എന്നിട്ട് പിന്നെ ആകെ സങ്കടമായി പ്രയാസപ്പെട്ട് അതിൻ്റെ ഒരു മാനസികമായി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രയാസങ്ങളിലേക്ക് പോകും. ഇപ്പോൾ റൂളിൽ ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അത് കാലാകാലങ്ങളിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സംഗതിയിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആദ്യം ഒരു ധാരണ, ആദ്യം ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നാണ് അതിൽ പറയാനുള്ളത്. വൈദ്യുതി സുരക്ഷാ വാര ആചരണവുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആദ്യം വീടിന് പുറത്തായിരുന്നു, പിന്നെ വീടിനകത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, ഇപ്പോൾ വീണ്ടും പുറത്താണ്. ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ട്, നമുക്ക് തുടരാം.